കാര്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വി.പി. മുസ്തഫ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രസ്താവന ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. തർക്കമൊന്നുമില്ല, അത് പറയുകയും ചെയ്തു. അതൊരു വാർത്തയുമാണ്, അത് കൊടുക്കാതെയൊന്നുമല്ല ആരും സംസാരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പുണ്ടായ സാഹചര്യം, ഇന്നലെ മുതൽ ഈ വിഷയം അതീവ ഗൗരവതരമായി മുന്നോട്ട് പോകുന്നു. ഞാൻ അതിലാണ് ഊന്നിയത്. അതിൽ ചില അപാകതകൾ അതുമായി ബന്ധപ്പെട്ട്, ആ സമയക്രമവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കാണാം. സഭയ്ക്കകത്ത് ഇന്നലെ പ്രതിപക്ഷം ശക്തമായി വിഷയം ഉന്നയിച്ചു. അറിഞ്ഞില്ല എന്ന് സർക്കാർ വിശദീകരിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനം നടത്തി ഇതിൻ്റെ ഓരോ അപാകതകളും ചൂണ്ടിക്കാട്ടി. വൈകുന്നേരം 4 മണിക്ക്, ശ്രീ മുസ്തഫ നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ ആ സംസാരിച്ച ഭാഗത്ത് ഇല്ലാതിരുന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, വൈകിട്ട് 4 മണിക്ക് കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ വാർത്താ സമ്മേളനം നടത്തി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ സൂപ്പർ സർക്കാർ ആയിരിക്കാം, പക്ഷേ ഇവിടെ അത് വേണ്ട കേട്ടോ. പറഞ്ഞത് V.D. സതീശൻ എന്ന കേരള മുഖ്യമന്ത്രിയല്ല, AC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K.C. വേണുഗോപാലാണ്. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം, ആരും അങ്ങനെ താരതമ്യം ചെയ്തു പോകും. ഇത് വൈകുന്നേരം 4 മണിക്ക്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? സന്ധ്യാനേരത്ത്, ഇതിനും ശേഷം. അപ്പോൾ K.C. വേണുഗോപാൽ അടക്കം വളരെ ശക്തമായി ഇതിൽ പ്രതികരിക്കുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി പ്രതികരിക്കാൻ, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയായിരുന്നോ എന്ന സംശയം ഇത് കാണുന്ന ആർക്കും ആ സമയക്രമം പാലിച്ചാൽ തോന്നിപ്പോകും. ഇതാണ് ഞാൻ N. ശ്രീകുമാറിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യം. ശ്രീ മുസ്തഫ എന്തു പറയുന്നു? മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിനെ കുറിച്ചുള്ള, അതിൻ്റെ ഈ സമയദൈർഘ്യത്തെക്കുറിച്ചുള്ള ശരത്തിൻ്റെ വിമർശനം വളരെ ശരിയാണ്. അത് ഞാൻ പിന്നാലെ വരാം. പക്ഷേ ഇവിടെ കാര്യം എന്താ, ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിലും ഇന്ന് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് V.D. സതീശൻ വിശ്വസിച്ചല്ലോ. അതുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന്റെ മാനേജ്മെന്റിന് മുഖ്യമന്ത്രി കത്തെഴുതി എന്ന് ഇപ്പോൾ അവർക്ക് പത്രപ്രസ്താവന ഇറക്കേണ്ടി വന്നിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടാ. അപ്പോൾ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും താങ്കൾ വലിയ നിലയിൽ ന്യായീകരിക്കുന്ന, താങ്കൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന V.D. സതീശൻ എന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തെ വിശ്വസിച്ചിരിക്കുന്നു. എന്താ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം? സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ, സംസ്ഥാന സർക്കാരുമായിട്ട് NOC വാങ്ങിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം അദാനി ഗ്രൂപ്പ് നടത്തിയത്? ഇതായിരുന്നല്ലോ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിൻ്റെ കാതൽ. ഈ ഒരൊറ്റ പോയിന്റാണല്ലോ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഉണ്ടാക്കിയ കൺസഷൻ കരാറിൻ്റെ ക്ലോസ് 5.3 അതിൻ്റെ ലംഘനം നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ശ്രീകുമാർ ചേട്ട മുഖ്യമന്ത്രി ഇറക്കിയ പ്രസ്താവന ഇതാണ്: സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി മുഖ്യമന്ത്രി V.D. സതീശൻ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചു. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. നേതാവ് പറഞ്ഞതിനെ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കെ പിന്നെ ഇവിടെ വന്നിട്ട് ശ്രീകുമാർ ചേട്ടൻ ആ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ആരും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ്. അങ്ങനെയൊക്കെ താങ്കൾ ആരെയാണോ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, ആ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ ഉൾപ്പെടുത്തി. എന്താ കാര്യം? എന്താ ഈ പറയുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ്? നേരത്തെ K.C. വേണുഗോപാലിനെ ഇവിടെ ശരത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. K.C. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താ? ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട മുന്നോട്ട് വെക്കുന്ന അദാനി ഗ്രൂപ്പിനോട്. കോൺഗ്രസിന് കോർപ്പറേറ്റ് വൽക്കരണത്തോട് ആകെ എതിർപ്പൊന്നുമില്ല. കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് കറതീർന്ന മുതലാളിത്ത നയങ്ങൾ തന്നെയാണ് തുടരുന്നതും. പക്ഷെ ആ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു വർഷമായെങ്കിലും, എന്ന് പറഞ്ഞാൽ മോഡി ഭരണകാലത്ത് അദാനി ഗ്രൂപ്പിന്റെ വളർച്ച, അദാനി ഗ്രൂപ്പും മോഡിയും അമിത്ഷായും അങ്ങനെ BJPയും RSSും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ, ഇടപാടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ അതിരൂക്ഷമായിട്ട് വിശേഷിപ്പിച്ചതാണ് കോർപ്പറേറ്റ് ഹിന്ദുത്വ ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ് എന്ന്. അങ്ങനെ ഒരു ആളുടെ വിമാനത്തിൽ, അവരൊരിക്കൽ അദാനി ഗ്രൂപ്പിന്റെ വിമാനത്തിൽ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച സാഹചര്യത്തിൽ തിടുക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് V.D. സതീശൻ നടത്തിയ യാത്ര എന്തിനാണ്? വേറെ ആരുടെയെല്ലാം വിമാനം അദ്ദേഹത്തിന് ഏർപ്പാടാക്കാം അടിയന്തരമായിട്ട്. ഇതേ അദാനി ഗ്രൂപ്പിന്റെ തന്നെ വിമാനം, അദാനി ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം അതൃപ്തി അറിയിച്ച മാനേജ്മെന്റിന്റെ ആളുകൾ അതിലുണ്ടാകുന്നു. അവർ പോകുന്നു, അവിടുത്തെ ഏർപ്പാടുകൾ കഴിഞ്ഞു വരുന്നു. വകുപ്പ് തീരുമാനിച്ചപ്പോൾ തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നു. ആ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട്
മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കെട്ടിയിറക്കിയ രത്തൻ യു കേൽക്കറെ തന്നെ അഡീഷണൽ ആയിട്ട് നിയമിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കൃത്യം വ്യക്തമല്ലേ? നേരത്തെ ഇവിടെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ രണ്ട് ദിവസം നടന്ന ചർച്ചയുടെ ഒടുവിൽ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയെന്നല്ലാതെ അത് വി ഡി സതീശന്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള നിലപാടാണോ? വി ഡി സതീശൻ എന്ന് പറയുന്നയാൾ കാപട്യത്തിന്റെ ആൾ രൂപമാണ് എന്ന വിമർശനത്തെ ശരിവെക്കുന്നതല്ലേ ഇപ്പോൾ വന്നിട്ടുള്ള സമീപനം? വി ഡി സതീശന്റെ സാധാരണഗതിയുള്ള പ്രതികരണങ്ങൾ ശ്രീകുമാർ ചേട്ടൻ ഉൾപ്പെടെ അറിയുന്നതല്ലേ? ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തെ സ്പർശിക്കുന്നതായിട്ട് വന്നാൽ അപ്പോ ക്ഷിപ്രമായിട്ട് മറുപടി കൊടുക്കുന്നയാളല്ലേ? അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഇന്നലെ രാവിലെ തുടങ്ങിയിട്ട് ഇന്ന് ഈ സന്ധ്യാസമയം വരെ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയമസഭയിൽ ഇങ്ങനെ ഓറലായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും കടുത്ത ഭാഷ അദ്ദേഹം ഉപയോഗിച്ചില്ലല്ലോ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഈ ശരീരഭാഷയെ കുറിച്ചൊക്കെയാണല്ലോ പലപ്പോഴും CPM-ന്റെ നേതാക്കളെ കുറിച്ചിട്ട് കോൺഗ്രസിന്റെ ആളുകൾ നടത്തുന്ന വിമർശനം. ശരത്തെ, ഇന്നലെ ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു അവിഹിത ഇടപെടൽ നടത്താനും അതുപോലെ തന്നെ മദ്യ നികുതിയിൽ ഇളവ് വരുത്തി മദ്യ കമ്പനികൾക്ക് ചൂട്ടുപിടിക്കുന്നതിലും പ്രതിഷേധിച്ചിട്ട് സഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷം. അതിനുശേഷം വി ഡി സതീശൻ നടത്തുന്ന പ്രസംഗം നടത്തുമ്പോൾ, നിയമസഭയിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കൂ. അപ്പോൾ വളരെ പകൽ പോലെ വ്യക്തമല്ലേ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ? ഈ പറഞ്ഞ ദുരൂഹമായിട്ടുള്ള മംഗലാപുരം യാത്ര അദാനി ഗ്രൂപ്പിന്റെ കപ്പലിൽ, അതും രാഹുൽ ഗാന്ധിയൊക്കെ അതിനിശിതമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ വിമാനത്തിൽ പോകുന്നതും, തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നതും, അതിന്റെ സെക്രട്ടറി ആയിട്ട് സ്വന്തക്കാരനെ കൊണ്ടുവന്ന് നിയമിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ടല്ലോ, അനൗപചാരികമായി സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അനൗപചാരികമായി അവരങ്ങനെയാ പറയുന്നത്, അവർ ഈ നിലപാടിനെ ന്യായീകരിക്കുന്ന അങ്ങനെയാ. അനൗപചാരികമായി സർക്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ അനൗപചാരിക ചർച്ച തന്നെയല്ലേ മംഗലാപുരം യാത്ര? അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ മുസ്തഫ പക്ഷേ കേരളത്തിന് അവിടെ ശ്രീ മുസ്തഫ ഒരു തർക്കം രൂപപ്പെടുന്നുണ്ട്. അതായത് സർക്കാർ പറയുന്നു ഇത് അറിഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനൊരു കാര്യമേ അറിയില്ല, കരാർ പ്രകാരം സർക്കാരിനെ മുൻകൂർ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ആ കമ്പനി പറയുന്നു അനൗപചാരിക ചർച്ച നടന്നു. ഏത് വിശ്വസിക്കും? ഒരു ഭാഗത്ത് സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? അത് അവിശ്വസിക്കണം എന്ന നിലയ്ക്ക് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷവാദത്തിനപ്പുറം അതിന് എന്ത് കഴമ്പാണുള്ളത്? മുഖ്യമന്ത്രി പറയുകയാണ് അറിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ അങ്ങനെ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉസ്താദല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മദ്യനികുതിയുടെ ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാട് എന്തായിരുന്നു? ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ബജറ്റിൽ ഈ പ്രപ്പോസൽ വന്നു, അതിനിശിതമായ വിമർശനമായി, നിയമസഭക്കകത്തും പുറത്തും പ്രശ്നമായി. VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആ നിലപാടിനെ വിമർശിച്ചു, തിരുത്തണമെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തുകൾ പോയി. മറുപടി പറയുമ്പോൾ വി ഡി സതീശൻ പറയുന്നു, ഈ ബജറ്റിലെ നിർദ്ദേശം നടപ്പിലാക്കണമെങ്കിൽ UDF തീരുമാനിക്കണം. UDF നടപ്പിലാക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നടപ്പിലാക്കില്ല. UDF നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ ബജറ്റിൽ പറഞ്ഞ ഈ നികുതിയായിരിക്കും ഉൾപ്പെടുത്തുക. ഇതാണ് ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് ശരത്തെ നമ്മൾ കാണുന്നത് എന്താ? ഇന്നലെ നിയമസഭയിൽ ഫിനാൻസ് ബിൽ വരികയല്ലേ? ബജറ്റിൽ വെച്ച ഈ നികുതി നിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫിനാൻസ് ബിൽ എന്ന് പറഞ്ഞ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? അത് നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ നിയമമായെന്ന്. ഇനി അത് ബില്ലല്ല, അത് നിയമമായി. ആ നിയമം നടപ്പിലാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ 10 ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞ മറുപടിക്ക് ഘടകവിരുദ്ധമായി കോൺഗ്രസിന്റെ ഏറ്റവും പ്രാമാണികനായ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞ, കേരളത്തിലെ പൊതുസമൂഹമാകെ തള്ളിപ്പറഞ്ഞ ഈ ലോ ആൽക്കഹോൾ നികുതി ഇളവ് നടപ്പിലാക്കാൻ ഒരു മടിയുമില്ലാതെ നിയമസഭയെ പോലും അതിന്റെ പാർലമെന്ററി മര്യാദകളെ പോലും ലംഘിച്ചില്ലേ? അവിടെ സബ്ജക്ട് കമ്മിറ്റി കൂടുന്നില്ല, ബിസിനസ് എന്നിട്ട് ഒളിച്ചു കടത്തി ഇത് നടപ്പിലാക്കിയില്ലേ? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ എങ്ങനെ നമുക്ക് ശരി